കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ലൊരു ദിവസം കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്നുവല്ലോ. ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തതയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് മീറ്റിംഗ് പ്രസൈഡ് ചെയ്യുന്ന ബഹുമാന്യ കർത്തൃദാസൻ, സഭയിലെ എൽഡേഴ്സ് ആയിട്ടിരിക്കുന്ന പ്രിയമുള്ളവർ, സഭയുടെ കൗൺസിൽ, ബഹുമാന്യരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, വിശേഷാൽ സഹോദരി സമാജത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയ കുഞ്ഞുമോളാൻറ്റിയുടെ നേതൃത്വത്തിലുള്ള ഓൾ കമ്മിറ്റി, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹാവന്ദനങ്ങൾ അറിയിക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്നത്. കഴിഞ്ഞ ചില നാളുകൾക്ക് മുൻപ് തന്നെ ഇങ്ങനെ ഒരു മീറ്റിങ്ങിനെ കുറിച്ച് കമ്മിറ്റിയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. എന്നാൽ അത് ഞങ്ങളിവിടെ വരുന്നതിനോടുള്ള ബന്ധത്തിൽ എന്നെയും ഇതിൽ ഉൾപ്പെടുത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. വിശേഷാൽ ഞങ്ങൾ സഹോദരിമാരുടെ മീറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ ഓർത്തു സഹോദരിമാരെ ബേസ് ചെയ്തുള്ളൊരു സബ്ജക്റ്റ് ആയിരിക്കും എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ വന്നപ്പോഴാണ് ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റാണ് കമ്മിറ്റി ആലോചിച്ച് തീരുമാനിച്ച് എടുത്തത്. അതിന് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഒന്ന്, എൻ്റെ പ്രായമാണ് അതിന് ഏക ഒരു പ്രയാസമായിട്ടിരിക്കുന്നത്. സാധാരണ ഫാമിലി കൗൺസിലിംഗ് ഒക്കെ എടുക്കുന്നത് അല്പം പ്രായമുള്ളവരാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പ്രായം കൂടുമ്പോൾ നമ്മുടെ അറിവുകൾ വർദ്ധിക്കും, നമ്മൾ കുറച്ചുകൂടെ അനുഭവ സമ്പത്തുള്ളവരായിത്തീരും. ആ ഒരു പ്രയാസം മാത്രമേ എനിക്കുള്ളൂ. എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നു. വ്യക്തിപരമായി ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാൽ 17 വർഷത്തെ ഒരു ഫാമിലി ലൈഫാണ്, ഒരു കുടുംബ ജീവിതത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്കുള്ളത്. എന്നാൽ ഒരു ശുശ്രൂഷ കുടുംബമായതുകൊണ്ട് നിരവധി കുടുംബങ്ങളുമായിട്ടും സംവദിക്കുവാൻ, അവരുടെ വ്യക്തിപരമായ കുടുംബപരമായ പല പ്രശ്നങ്ങളിൽ ഇടപെടുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവം ഞങ്ങൾക്ക് അവസരം തന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള ഒരു മേഖലയാണ് എൻ്റെ വ്യക്തിപരമായ കൗൺസിലിംഗ് അനുഭവത്തിൽ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടായിട്ട് കൗൺസിലിംഗ് ചെയ്യുവാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ഫാമിലി കൗൺസിലിംഗ് ആണ്. ഒരു പക്ഷേ നമുക്കിങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരിക്കാം, എന്തിനാണ് ഇങ്ങനെയൊരു സെമിനാർ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നൊരു ചിന്ത നമുക്ക് സാധാരണയായിട്ട് വരാറുണ്ട്. നമുക്ക് ധാരാളം ആത്മീക കൂടിവരവുകളുണ്ട്. നമ്മുടെ സഭയെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്ക് ഏരിയ പ്രേയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡയറി മീറ്റിങ്ങുകളുണ്ട്, ഉപവാസ പ്രാർത്ഥനകളുണ്ട്, അനേകം മീറ്റിങ്ങുകൾ നമ്മുടെ ദൈവസഭയോടുള്ള ബന്ധത്തിൽ നടക്കാറുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ആത്മീക ജീവിതത്തിന്, ആത്മീക പരിപോഷണത്തിന് അങ്ങനെയുള്ള മീറ്റിങ്ങുകൾ വളരെ അനിവാര്യമാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ പ്രായോഗിക ജീവിതവും. പ്രാക്ടിക്കൽ ലൈഫ് മാറ്റിക്കൊണ്ടുള്ള ഒരു സ്പിരിച്വൽ ലൈഫ് മാറ്റി വെച്ചുകൊണ്ടുള്ള ഒരു ആത്മീക ഒരു പ്രായോഗിക ജീവിതവും അതുകൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല. ഇത് രണ്ടും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നു, അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. എൻ്റെ മുൻപിലിരിക്കുന്ന പ്രിയമുള്ളവര് വളരെ പ്രായത്തിലുള്ളവരും ദീർഘവർഷം കുടുംബജീവിതം നയിച്ചിട്ടുള്ളവരും ഉണ്ട്. നിങ്ങളുടെ പ്രായത്തെ, അറിവിനെ, പക്വതയൊക്കെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു. കഴിഞ്ഞ നാളുകളിലെ ഞങ്ങളുടെ ശുശ്രൂഷ അനുഭവത്തിൽ നിന്നും, എൻ്റെ മാതാപിതാക്കളിൽ നിന്നും, അധ്യാപകരിൽ നിന്നും, വായനയിൽ നിന്നും, പഠനത്തിൽ നിന്നുമൊക്കെ എനിക്ക് ലഭിച്ച അറിവിൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ഈ വിഷയം, ക്രൈസ്റ്റ് സെന്റേർഡ് ഫാമിലി ലൈഫ് എന്ന ഈ വിഷയം ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇതൊരു സെമിനാർ എന്നതിനേക്കാൾ ഉപരി ഒരു ഉണർവ് മീറ്റിംഗ് ആയി മാറണമെന്നാണ് ഞാൻ വ്യക്തിപരമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. എന്താണ് ഉണർവ്? കേവലം ഉണർവിനെ കുറിച്ച് വ്യത്യസ്തമായ ധാരണകൾ നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കാം. എന്നാൽ ഒരു റാഡിക്കൽ ചേഞ്ച്, നമ്മുടെ ലൈഫിലുള്ള ഒരു വലിയ മാറ്റം എന്നതാണ് ആ ഉണർവ് എന്ന പദം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് ഈ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. നമുക്കറിയാം, ഈ കൗൺസിലിംഗ് എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ പ്രശ്നമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കൗൺസിലിംഗ് നടത്തുന്നൊരു പൊതുവായ ധാരണ പൊതുസമൂഹത്തിലുണ്ട്. എന്നാൽ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടല്ല,
പ്രശ്നങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൗൺസിലിംഗ് യഥാർത്ഥമായി നടക്കുന്നത്. കൗൺസിലിങ്ങിനെ കുറിച്ച് വ്യത്യസ്തമായ ധാരണകൾ പൊതുവായ സമൂഹത്തിലുണ്ട്. എന്തെങ്കിലും മാനസിക പ്രശ്നമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കൗൺസിലിംഗ് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം നമ്മുടെ നടുവിലുണ്ട്. എന്നാൽ മാനസിക പ്രശ്നമുള്ളവർക്ക് വേണ്ടിയിട്ടല്ല കൗൺസിലിംഗ് നടക്കുന്നത്. ചിലരൊക്കെ ചിന്തിക്കാറുണ്ട് അവർക്ക് എന്തെങ്കിലും പ്രാർത്ഥന കൊണ്ട് മാത്രം കൗൺസിലിംഗ്, പ്രാർത്ഥന കൊണ്ട് മാത്രം നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്താം എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. തീർച്ചയായിട്ടും പ്രാർത്ഥന കൊണ്ട് മാറാത്ത, പ്രാർത്ഥനയിൽ നമുക്ക് മറുപടി ലഭിക്കാത്ത ഒരു വിഷയവും ഇന്ന് സമൂഹത്തിലില്ല. എന്നാൽ ആ പ്രാർത്ഥനയുടെ കൂടെ കൗൺസിലിംഗും കൂടെ ആകുമ്പോൾ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് അത് ഏറ്റവും വലുതായിരിക്കും. കഴിഞ്ഞ നാളുകളിൽ അത് മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭൂമിയിലെ സ്വർഗം എന്നാണ് കുടുംബത്തെക്കുറിച്ച് ഒരു പൊതുവായിട്ടുള്ള ഒരു വാക്യമായിട്ട് പറയുന്ന ഭൂമിയിലെ സ്വർഗം. ശരിയാണ്. ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ഒരുമിച്ചുള്ള ജീവിതയാത്രയിൽ സന്തോഷത്തോടെ, പരസ്പര സ്നേഹത്തോടെ, സഹകരണത്തോടെ ജീവിക്കുമ്പോൾ അത് ഭൂമിയിലെ സ്വർഗം തന്നെയാണ്. എന്നാൽ ഈ ഘടകങ്ങളൊന്നുമില്ലെങ്കിൽ, പരസ്പര സ്നേഹമില്ല, വിശ്വാസമില്ല, കരുതുന്നില്ല, ക്ഷമിക്കുന്നില്ല, ഇതൊന്നുമില്ലെങ്കിൽ ഇതുപോലെ ഒരു നരകം ഈ ഭൂമി ഇല്ല എന്ന് നമുക്ക് കാണാം. കേരളത്തെക്കുറിച്ച് നമ്മളെല്ലാവരും മലയാളികളാണല്ലോ കൂടുതലും ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നത്. കേരളത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം, ഒരു വാർത്ത കഴിഞ്ഞ ഇടയ്ക്ക് ഒരു മാഗസിനിൽ കാണുന്നത് ഞാൻ ഇങ്ങനെ വായിച്ചു. കേരള ഈസ് ക്യാപിറ്റൽ ഓഫ് ഡിവോഴ്സ്. ഡിവോഴ്സിന്റെ കാര്യത്തിൽ ഒരു ക്യാപിറ്റൽ ആയിട്ടാണ് കേരളത്തെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ന് കുടുംബ പ്രശ്നങ്ങൾ, ഡിവോഴ്സുകൾ കേരളത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് 14 ജില്ലകളിലായി 28 ഫാമിലി കോർട്ടുകളാണ് ഉള്ളത്. 28 ഫാമിലി കോർട്ടിലായിട്ട് ഒരു ദിവസം 40 ഫാമിലികൾ നിയമപരമായി അവരെ കുടുംബ ബന്ധങ്ങൾ വേർപെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് വാർത്തകളിലൂടെ ലഭ്യമായ അറിവാണ്. അതായത് ഒരു കോടതിയിൽ ഒരു ദിവസം 10 കേസുകളെങ്കിലും ഫയൽ ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക്. ഇത് ഒരു വർഷത്തിൽ 50,000 തൊട്ട് 1,00,000 വരെ ആ ഒരു കണക്ക് കടന്നു പോകും. അത്രമാത്രം പ്രശ്നകലുഷിതമായ ഒരു കുടുംബ അന്തരീക്ഷമാണ് നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഉള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വർദ്ധിച്ചു വരുന്ന കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ഇങ്ങനെ കുടുംബ ബന്ധങ്ങൾ തകരുന്നത്? അതിന് കാരണമായിട്ട് പല കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നാമതായിട്ട് മൂല്യങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്, ധാർമ്മികത അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ആത്മീയത അല്ലെങ്കിൽ ദൈവഭയം ജനങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ യൗവനക്കാരിൽ ഇന്നത്തെ തലമുറയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ദൈവവചനത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. അന്ത്യകാലത്ത് മനുഷ്യർ സ്വസ്നേഹികളായി തീരും. സ്വന്തം കാര്യം, എൻ്റെ കാര്യം, എനിക്ക് എൻ്റെ വഴി എന്ന ചിന്തയിലേക്ക് സമൂഹം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്തൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൂട്ടുകുടുംബങ്ങൾ ഉണ്ടായിരുന്നു, കൂട്ടുകുടുംബ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. അന്നൊക്കെ ഒരു കുടുംബത്തിൽ പ്രശ്നം വന്നാൽ, ഒരു കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നം ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും അറിയും. എന്നാൽ ഇന്ന് അണുകുടുംബങ്ങളായി. അതുപോലെ തന്നെ അയൽ ബന്ധങ്ങൾ വളരെയായിരുന്നു. ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് നമ്മുടെ അടുത്തുള്ളവരൊക്കെ അറിയും, പിന്നെ ചോദിക്കുവാൻ തുടങ്ങും. അപ്പോൾ അതിൽ മറ്റുള്ളവരെ അറിയുമെന്നുള്ള ചിന്ത കൊണ്ടൊക്കെ പലതും നമ്മൾ പ്രശ്നങ്ങളിലേക്ക് വരാതെ അതിൽ നിന്നും ഒഴിഞ്ഞു മാറിയൊക്കെ പോകുമായിരുന്നു. ഇല്ലെങ്കിൽ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ കുടുംബത്തിൽ തന്നെ തീർക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അണുകുടുംബങ്ങളിലേക്ക് വന്നപ്പോൾ പ്രശ്നങ്ങൾ വർദ്ധിച്ചതായിട്ട്, അവിടെ പരിഹരിക്കപ്പെടുവാൻ ആരുമില്ല. 2 പേർ, ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ അവർ തമ്മിൽ പോരടിച്ച് വഴക്കടിച്ച് പിന്നെ ഒരു ഡിവോഴ്സ് എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയാണ് കാണുന്നത്. പിന്നെ മറ്റൊരു കാര്യം, കൂട്ടുകാര്, ഹോസ്റ്റലുകൾ, അവിടെയൊക്കെ താമസിക്കുന്ന സിറ്റുവേഷന് അവർ കാണുന്നത്, കേൾക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്ന്, അവരുടെ കൂട്ടുകാരിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ
അവര് തെറ്റായ രീതിയിൽ യഥാർത്ഥമായ കാര്യങ്ങളല്ല, അവരുടെ മനസ്സിൽ പതിയുന്ന കാര്യങ്ങൾ അവര് ചെയ്യുന്നു എന്നൊരു രീതിയിലേക്ക് വന്നു. പ്രശ്നങ്ങളെ നേരിടുവാനുള്ള ഒരു മെന്റൽ സ്ട്രെങ്ത് ഇന്നത്തെ ജനറേഷനിൽ ഇല്ലാത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ജീവൻ ഒടുക്കി കളയുവാനുള്ള ആ ഒരു രീതിയിലേക്ക് ഇന്നത്തെ ജനറേഷനെ കാണുന്നു. പണ്ടൊക്കെ നമുക്കൊരു കുറച്ചുകൂടി ഒരു മാനസിക ബലം, ഒരു മെന്റൽ സ്ട്രെങ്ത് ഉണ്ടായിരുന്നു പ്രശ്നങ്ങളെ നേരിടുവാൻ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നമ്മൾ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്നത്തെ തലമുറ ഒന്നും വിദ്യാഭ്യാസമുണ്ട്, വിദ്യാഭ്യാസം കുറഞ്ഞതുകൊണ്ടൊന്നുമല്ല, വിദ്യാഭ്യാസം ഇന്നത്തെ മേഖലയിൽ ഇന്നത്തെ യുവജനങ്ങളിൽ വളരെ കൂടുതലാണ്. അറിവുകളുണ്ട്, ലോകപരമായ അറിവുകളൊക്കെ ഉണ്ടെങ്കിലും ഒരു പ്രശ്നത്തെ നേരിടുവാനുള്ള ഒരു മാനസിക ബലം അവർക്ക് ഇല്ലാതെ പോകുന്നു. അപ്പൊ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുവാനുള്ള ഒരു കഴിവ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ആർജിച്ചെടുക്കുക എന്നുള്ളത് ഒരു ഫാമിലി എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്, ഒരു മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. ദൈവവചനത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഫാമിലിയെ ഒരു മാനുഷികമായ പ്ലാൻ അല്ല. നമ്മുടെ പിതാക്കന്മാർ ചെയ്തതുപോലെ നമ്മളും വിവാഹം കഴിച്ചു, അങ്ങനെ കുടുംബമായി ജീവിക്കുന്നു. എന്നാൽ ദൈവവചനം വ്യക്തമായി കുടുംബത്തെ കുറിച്ച് പറയുന്നു. അത് കുടുംബം രൂപം കൊണ്ടത് എങ്ങനെയാണ്? പിതാവായ ദൈവത്തിന്റെ ഹൃദയത്തിലാണ് ഈ കുടുംബം എന്ന സ്ഥാപനം രൂപം കൊണ്ടത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയും ബൈബിൾ ക്ലാസ്സിൽ നാം കേട്ടു, 2 സ്ഥാപനങ്ങളാണ് ദൈവം നമുക്ക് ഈ ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഒന്ന് സഭ, ദൈവസഭ, 2 കുടുംബം. ഈ കുടുംബം എന്ന ആശയം ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ദൈവത്തിന്റെ ആഗ്രഹം, ഈ കുടുംബം ഭൂമിയിൽ സൃഷ്ടിച്ചതിന് പിന്നിൽ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ മാതൃകയിലുള്ള ഒരു കോളനി ഈ ദൈവത്തിനായി ഭൂമിയിൽ സൃഷ്ടിച്ചെടുക്കുക എന്നതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. അതിനുവേണ്ടി ദൈവം തിരഞ്ഞെടുത്തത് കുടുംബത്തെയായിരുന്നു. ദൈവിക പദ്ധതികൾക്കായിട്ട് ദൈവത്തിന്റെ പ്രത്യേക ഉദ്ദേശത്തിനായിട്ട് സൃഷ്ടിച്ചെടുത്ത ഒരു പദ്ധതിയാണ് കുടുംബം എന്നുള്ളത്. ഈ കുടുംബത്തെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ സ്റ്റൈൽ എന്തായിരുന്നു, അതിന്റെ അടുത്ത ശൈലി എന്തായിരുന്നു? സ്ത്രീയും പുരുഷനും, ഭാര്യയും ഭർത്താവും എന്നുള്ള ആ ഒരു സങ്കല്പമായിരുന്നു ദൈവം തിരഞ്ഞെടുത്തത്. ആദാമിനെ സൃഷ്ടിച്ചു. ആദാമിനെ സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് അവന് തക്കതായ തുണയെ ഉണ്ടാക്കി കൊടുത്തു. ആദാമിന് കൂട്ടായിട്ട് ഒരു പുരുഷനെ അല്ല അവിടെ ദൈവം ഉണ്ടാക്കി കൊടുത്തത്, ഒരു സ്ത്രീയായിരുന്നു. അതിന് ദൈവത്തിന് വ്യക്തമായൊരു പദ്ധതി ഉണ്ടായിരുന്നു. എന്തായിരുന്നു പദ്ധതി? സന്താന പുഷ്ടിയുള്ളവരായി പെരുകുക എന്ന ദൈവികമായ ഉദ്ദേശമായിരുന്നു അതിന്റെ പിന്നില്. പഴയ നിയമത്തിൽ സഭയുടെ വളർച്ചയെ കുറിച്ച് നാം പഠിക്കുകയാണെങ്കിൽ അത് ഒരു ബയോളജിക്കൽ ഗ്രോത്ത് ആയിരുന്നു, അല്ലേ? എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ഒരു കൺവേർഷണൽ ഗ്രോത്ത് ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹമാണ്. എന്നാൽ പിശാച് ദൈവത്തിന്റെ പദ്ധതിയെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് കുടുംബം എന്ന ആ പദ്ധതി, വർദ്ധിച്ചു പെരുകുക, മൾട്ടിപ്ലിക്കേഷൻ എന്ന ആ പദ്ധതിയെ തകർക്കുന്നതിന് വേണ്ടി പിശാച് നമ്മുടെ യൗവനക്കാരിൽ വ്യാപരിച്ചു. അങ്ങനെ സെയിം സെക്സ് മാരിയേജ്, ലെസ്ബിയൻ മാരിയേജ് നമ്മുടെ സമൂഹത്തിൽ കടന്നു വരികയാണ്. എന്താണ് ലെസ്ബിയൻ മാരേജ്, സെയിം സെക്സ് മാരേജ് ഉണ്ടാക്കുന്ന പ്രത്യാഘാതം എന്ന് പറയുന്നത്? അംഗസംഖ്യ കുറയ്ക്കുക. അവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നില്ല, വർധനവ് നടക്കുന്നില്ല, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുക എന്ന ആ ദൈവിക ഉദ്ദേശം അവിടെ നടക്കുന്നില്ല. മറ്റൊരു ചിന്ത എന്ന് പറയുന്നത് യൗവനക്കാരുടെ ഇടയിൽ വന്നത് വിവാഹം കഴിക്കാം എന്നാൽ കുഞ്ഞുങ്ങൾ വേണ്ട, അങ്ങനെയുള്ള ചിന്തയുള്ളവരുമുണ്ട്. എനിക്ക് ഏറ്റവും അടുത്ത് അറിയാവുന്ന സുഹൃത്തുക്കൾ, അവര് 2 പേരും എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. വിവാഹം കഴിഞ്ഞിട്ട് ചില വർഷങ്ങളായി, സാമ്പത്തികമായിട്ടൊക്കെ വളരെ ഉന്നതമായ നിലയിൽ നിൽക്കുന്നവരാണ്, നല്ല ജോലിയുണ്ട്. അവരുടെ ഒരു തീരുമാനം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ വേണ്ട. അതിന്റെ കാരണം
ഞങ്ങൾ വളരെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് വളരെ അടുത്തിടപെടുന്നതുകൊണ്ടും ചോദിക്കുവാനുള്ള സ്വാതന്ത്ര്യമുള്ളതുകൊണ്ടും ഞങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് ഒരു ലൈഫേ ഉള്ളൂ, ആ ലൈഫ് എൻജോയ് ചെയ്യാനുള്ളതാണ്. അത് കുഞ്ഞുങ്ങൾ വരുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും, അവരെ വളർത്തണം, അവരെ പഠിപ്പിക്കണം, അതിന് ചിലവ്. അപ്പം ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നതാണ് അവരുടെ ഒരു ചിന്ത. അപ്പൊ കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു സമൂഹവും നമ്മുടെ ഇടയിലുണ്ട്. പിന്നീട് വിവാഹം വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം നമ്മുടെ നടുവിലുണ്ട്. വിവാഹം വേണ്ട എന്ന് കഴിഞ്ഞിടയ്ക്ക് ഒരു പത്രവാർത്തയിൽ ഞാൻ അതിന്റെ ഹെഡിങ് എങ്ങനെയായിരുന്നു, ഒരു ന്യൂസ്, നമ്മുടെ പെൺകുട്ടികൾക്ക് എന്ത് പറ്റി, അങ്ങനെ ഹെഡിങ്ങോടെയാണ് ആ ന്യൂസ് ഞാൻ വായിച്ചത്. കാരണം യൗവനക്കാർ വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു പങ്കാളിയെ കണ്ടെത്തുവാനായിട്ട് കഴിയുന്നില്ല എന്നതാണ്. പെൺകുട്ടികൾ അവർക്ക് താല്പര്യമില്ല, വിവാഹത്തോട് താല്പര്യമില്ല. എന്തുകൊണ്ടാണ്? വർദ്ധിച്ചു വരുന്ന പീഡനങ്ങൾ, ആത്മഹത്യകൾ, അതുപോലെ തന്നെ സ്ത്രീധനത്തിന് വേണ്ടി ഉള്ള പ്രശ്നങ്ങൾ, കുടുംബ കലഹങ്ങളൊക്കെ പെൺകുട്ടികളെ വിവാഹം വേണ്ട എന്ന ആ ചിന്തയിലേക്ക് എത്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ മുൻപിൽ കുഞ്ഞുങ്ങളുടെ ടീനേജേഴ്സ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇത് വിവാഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്. കഴിഞ്ഞിടയ്ക്ക് മറ്റൊരു സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി, അവൾക്ക് 18 വയസ്സായപ്പോൾ അവളുടെ പിതാവ് വിവാഹം ആലോചിച്ചു. അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് കുറച്ചുകൂടെ ഒന്ന് പഠിക്കണം. അവളുടെ പിതാവ് നല്ല മനസ്സുള്ളവനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഓക്കെ, നീ പഠിച്ചോ. പഠനം കഴിഞ്ഞതിന് ശേഷം അവള് പറഞ്ഞു, പിന്നെയും വിവാഹം ആലോചിച്ചപ്പോൾ അവള് പറയുകയുണ്ടായി, എനിക്കൊരു ജോലി കിട്ടി ഞാനൊന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം വിവാഹം ആലോചിക്കാം. അങ്ങനെ പറഞ്ഞു. അപ്പം അവളുടെ പിതാവ് അതിനും സമ്മതിച്ചു. അവൾക്ക് ജോലി ലഭിച്ചതിന് ശേഷം അവളുടെ പിതാവിനോട് പറയുകയാണ്, എനിക്കിപ്പോ ജോലി കിട്ടി, സ്വന്തമായ വരുമാനം ലഭിച്ചു, സ്വന്തമായ കാലിൽ നിൽക്കാനുള്ള ഒരു കേപ്പബിലിറ്റി എനിക്കുണ്ട്, പിന്നെ എന്തിനാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്? മറ്റൊരാളുടെ അടിമയായി മറ്റൊരു ഭവനത്തിൽ ചെന്ന് പാർക്കേണ്ട ആവശ്യം എനിക്കില്ല. പൊതുവെയുള്ള പെൺകുട്ടികളുടെ ഒരു ചിന്തയാണ് അത്, വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു അടിമത്തത്തിലേക്ക് അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു എന്നൊരു ചിന്ത പെൺകുട്ടികളിൽ ഉണ്ടാകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതായത് ബന്ധനങ്ങളായി മാറുന്ന ഒരു കാലഘട്ടം. അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾ വേണ്ട എന്ന ഒരു ധാരണയിലേക്ക് ചെറുപ്പക്കാര് എത്തിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ദൈവത്തിന്റെ പദ്ധതികളെ പൊളിച്ചു കളയുന്ന ഒന്നായിരുന്നു അത്. അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞു, വർദ്ധിച്ച് പെരുകുക എന്ന്. അതായത് അബ്രഹാമിന് ബഹുജാതികൾക്ക് പിതാവായിട്ടാണ് നമ്മള് ദൈവവചനത്തിൽ അബ്രഹാമിനെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പൊ അവിടെ അബ്രഹാമിനെ കുറിച്ചുള്ള ആ കുടുംബത്തിൽ അബ്രഹാമും സാറയും തമ്മിലുള്ള ബന്ധം, അതിനുശേഷം അവർക്ക് ലഭിച്ച വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിനോടുള്ള ബന്ധത്തിൽ അവിടെ മൾട്ടിപ്ലിക്കേഷൻ നടക്കുകയാണ്, വർധനവ് നടക്കുകയാണ്. അതിനുശേഷം ഇസഹാക്കിന്റെ മകനായ യാക്കോബിലേക്ക് വരുമ്പോൾ യാക്കോബിനും അവിടെ തലമുറകൾ ജനിക്കുകയും അതിന്റെ സംഖ്യ വർദ്ധിക്കുകയും പിന്നെ മിസ്രൈമിലേക്ക് അയച്ച് അതിനെ വർദ്ധിപ്പിക്കുന്നതായിട്ടും കാണുന്നു. അതിന്റെ ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിന്റെ പദ്ധതി എന്നതാണ് വിവാഹം എന്നുള്ളത് നമുക്ക് ദൈവവചനം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. എങ്ങനെയാണ് ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത്? കുഞ്ഞുങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗത്തോട്ട് കടന്നു വരുന്നത്. സെലക്ഷൻ ഓഫ് സ്പൗസ്, എങ്ങനെയാണ് പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത്? വേദപുസ്തകത്തിന്റെ ആരംഭത്തിൽ നാം പഠിക്കുമ്പോൾ സ്വയമായി പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നീട് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പങ്കാളികളെ കണ്ടുപിടിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ ഇന്ന് മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ചേർന്ന് കണ്ടുപിടിക്കുന്നതായിട്ടും കുഞ്ഞുങ്ങൾ തന്നെ അവർ സെലക്ട് ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. സ്വയം തിരഞ്ഞെടുക്കുന്നെങ്കിൽ തന്നെ മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടെ തന്നെ വേണം നാം അങ്ങനെയൊരു തീരുമാനത്തിലെത്തുവാൻ. മാതാപിതാക്കളുടെ അനുഗ്രഹമില്ലാതെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അതൊരിക്കലും ശുഭകരമായിരിക്കില്ല. അവരുടെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒരു കാര്യങ്ങളും അത് ശാശ്വതമായ ഒരു സുസ്ഥിരമായ ഒരു കുടുംബജീവിതം നയിക്കുന്നതിന്
ജീവിതത്തിന് നമ്മെ സഹായിക്കുകയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കുമ്പോൾ ആ ഒരു അനുഗ്രഹത്തോടെ വേണം നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുവാൻ. അവിശ്വാസിയുമായി ഇണയില്ലാപ്പിണ കൂടരുത് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഒരു വിശ്വാസിക്ക് വിശ്വാസിയുമായിട്ടുള്ള ബന്ധങ്ങൾ, ആത്മീകമായ ബന്ധങ്ങൾ ആയിരിക്കണം. നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വിവാഹം തീരുമാനിക്കുമ്പോൾ അങ്ങനെ വേണം നമ്മൾ അതിനെ സെലക്ട് ചെയ്യാൻ. പിന്നെ വിവാഹം വേണ്ട എന്ന് പറയുന്ന ഒരു കാര്യം, ബ്രഹ്മചര്യം ആഗ്രഹിക്കുന്ന ഒരു സമൂഹമുണ്ട്. വിവാഹം വേണ്ട എന്താണ് അങ്ങനെ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം? അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ബ്രഹ്മചര്യം ആചരിക്കുന്നതിന് ദൈവവചനം അതിനെ ഒരു തെറ്റായിട്ടൊന്നും കാണുന്നില്ല. എന്നാൽ മനസ്സിന് അതുപോലെ വിൽ പവർ ഉണ്ടെങ്കിൽ, സെൽഫ് കൺട്രോൾ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. പക്ഷേ ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തില് നമുക്ക് കാണുവാനായിട്ട് കഴിയും ജഡത്തിന്റെ പ്രവൃത്തികൾ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, ഇങ്ങനെയുള്ള ജഡത്തിന്റെ പ്രവൃത്തികൾ വർദ്ധിച്ചു വരുവാൻ അത് കാരണമായി തീരും. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പിന്നീട് ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. കഴിഞ്ഞ ഇടയ്ക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആങ്കർ, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അവരോട് നടത്തിയ ചില നാളുകൾക്ക് മുൻപ് നടത്തിയ ഒരു ഇന്റർവ്യൂവർ ചോദിക്കുന്നുണ്ട് വിവാഹത്തെ കുറിച്ച്. അപ്പോൾ ആ സഹോദരി മറുപടി പറയുന്നത്, അനേകം ഓപ്ഷനുകളിൽ ഒരു ഓപ്ഷൻ മാത്രമാണ് എനിക്ക് വിവാഹം കഴിക്കണമെന്നൊരു നിർബന്ധവുമില്ല. എന്നാൽ ഇന്ന് 40കളിൽ എത്തിയ ആ സഹോദരി കഴിഞ്ഞിടയ്ക്ക് പറയുകയാണ്, ജീവിതത്തിനൊരു അർത്ഥമില്ല, ഒരു ലക്ഷ്യവുമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഒരു കാലത്ത് യൗവന രക്തം, ആ യൗവന സമയത്ത് അവൾക്ക് വിവാഹം വേണ്ട എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വിവാഹം കഴിക്കണമെന്നൊരാഗ്രഹം, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ല എന്നൊരു ചിന്ത ആ സഹോദരിയിൽ വരുവാനായിട്ട് ഞാൻ ഒരു അഭിമുഖത്തിൽ കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഇപ്പൊ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, ഇങ്ങനെയുള്ള ജഡത്തിന്റെ പ്രവൃത്തികളെ നമ്മളിൽ നിന്നും മാറ്റുന്നതിന് വേണ്ടി വിവാഹം തീർച്ചയായിട്ടും അനിവാര്യമാണ്. ജാരശങ്ക, സംശയം, ഇതൊക്കെ വർദ്ധിച്ച് വരുവാൻ സാധ്യതയുണ്ട്. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ അതിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. വിവാഹം ഏറ്റവും മാന്യമാണെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇനി എന്താണ് ഫാമിലിയുടെ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി, ആ ഒരു സബ്ജക്റ്റിലേക്കാണ് ഞാൻ വരുന്നത്. അതൊരു നമ്മുടെ ദൈവവചനത്തിൽ നിന്ന് തന്നെ ഒരു ഉപമയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തില് ഒരു ഉപമ പറയുന്നുണ്ട്. വിത്തിന്റെ ഉപമ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉപമയാണ്. ദൈവവചനത്തോടുള്ള പ്രതികരണത്തെ കുറിച്ചാണ് ആ ഉപമയിലൂടെ പറയുന്നതെങ്കിലും ഇന്നത്തെ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെടുത്തി ഞാൻ ഒന്ന് കണക്ട് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ വിത്തിനെ കുറിച്ച് ആരും പറയുന്നില്ല. അവിടെ വളരുന്ന സാഹചര്യത്തെ കുറിച്ചാണ് പറയുന്നത്. വളരുന്ന സാഹചര്യം അവിടെ എടുത്തു പറയുന്നുണ്ട്. ചിലത് വഴിയരികിൽ വീണു. വഴിയരികിൽ വീണതിന് എന്താണ് സംഭവിച്ചത്? മനുഷ്യർ ചവിട്ടിക്കളഞ്ഞു, പറവകൾ കൊത്തി. ഇത് നമ്മുടെ കുടുംബവുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, കുടുംബത്തിൽ മക്കളിൽ നമ്മൾ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല എങ്കിൽ, വേണ്ടത്ര കരുതൽ കൊടുക്കുന്നില്ല എങ്കിൽ അതിന്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് മക്കൾ നമുക്ക് നഷ്ടപ്പെടുന്നതിന് കാരണമായി തീരും. ക്രൂരമായ സമീപനം, മക്കളോടുള്ള ബന്ധത്തിൽ വേണ്ടത്ര കരുതൽ കൊടുക്കാതെ, സംരക്ഷണം കൊടുക്കാതെ, വളരെ ക്രൂരമായ സമീപനത്തിലാണ് നാം അവരെ കാണുന്നതെങ്കിൽ അവരെ നമുക്ക് പിൽക്കാലത്ത് നഷ്ടപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. പാറമേൽ വീണ ചില വിത്തുകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. പാറമേൽ വീണത് കിളിർത്തു, പക്ഷേ ആഴത്തിലേക്ക് വേരിറങ്ങാത്തത് കൊണ്ട് അത് ഫലം കായ്ക്കുകയില്ല, അല്ലേ? ആഴത്തിൽ വേരൂന്നിയാൽ മാത്രമേ അത് ഫലം കായ്ക്കുവാനായിട്ട് ഇടയായി തീരുകയുള്ളൂ. അതായത് സ്നേഹമുണ്ട്, നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കുവാൻ കഴിയുന്നില്ല. പലപ്പോഴും പലരും പറയുന്ന മക്കളോട് ഭയങ്കര സ്നേഹമാണ്, അല്ലെങ്കിൽ ഭാര്യയോട് ഭയങ്കര സ്നേഹമാണ്, ഭർത്താവിനോട് സ്നേഹമാണ്. പക്ഷെ എന്താണ്? പ്രകടിപ്പിക്കുവാൻ കഴിയുന്നില്ല. സ്നേഹം പ്രകടിപ്പിക്കുവാൻ കഴിയുന്നില്ല, ദയ കാണിക്കുവാൻ കഴിയുന്നില്ല.
കഴിയുന്നില്ല. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ച് തന്നെയുള്ള ഒരു അധ്യായമുണ്ട് അല്ലേ? അതിൽ സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, കരുണ കാണിക്കുന്നു, ദയ കാണിക്കുന്നു, ദീർഘക്ഷമ കാണിക്കുന്നു. പക്ഷേ ഇതൊന്നും പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കുടുംബത്തിൽ നമ്മൾ പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കണം. അത് നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ട് വളരണം. ചില വിത്തുകൾ മുള്ളിനിടയിൽ വീണതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും ഇന്ന് സോഷ്യൽ മീഡിയ പോലുള്ള മുള്ളുകൾക്കിടയിൽ പല കുടുംബങ്ങളും പെട്ടിരിക്കുകയാണ്. ഭവനത്തോട് കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനേക്കാൾ ഉപരി, കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനേക്കാൾ ഉപരി സോഷ്യൽ മീഡിയയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു പറ്റം സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ഇങ്ങനെ പറയുകയുണ്ട്. അയാളുടെ ഹസ്ബൻഡ് സൈറ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷെ ഭവനത്തിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം ഫ്രഷായി AC ഓൺ ചെയ്ത് റൂമിനകത്ത് കയറി കിടക്കും. ആരോടും സംസാരിക്കത്തില്ല. ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ മാത്രം ഒന്ന് പുറത്തു വരും. അപ്പം അവൾ വളരെ ഓപ്പൺ ആയിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞങ്ങളുടെ കൂടെ കുറച്ചു നേരം ഇരിക്കും, സംസാരിക്കും, ഒന്നും സംസാരിക്കുവാനില്ലേ? അവളുടെ ഹസ്ബൻഡ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ പകൽ മുഴുവൻ അധ്വാനിച്ച് വളരെ ക്ഷീണിതനായിട്ട് എൻ്റെ ഭവനത്തിൽ വരുന്നത് ഞാൻ റെസ്റ്റ് എടുക്കാനാണ്. ഞാൻ റെസ്റ്റ് എടുക്കട്ടെ, എന്നെ ശല്യപ്പെടുത്തരുത്. പല കുടുംബങ്ങളിലും ഒരുമിച്ചുള്ള സമയം ചെലവഴിക്കുവാൻ, പരസ്പരം തുറന്ന് സംസാരിക്കുവാനുള്ള ഒരു സമയം എടുക്കാത്തത് ആ കുടുംബങ്ങൾ നശിക്കുന്നതിന്, അവരുടെ തലമുറകൾ നഷ്ടപ്പെടുന്നതിന് കാരണമായി തീർന്നു. അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ ഭാര്യ ഭർത്താക്കന്മാർ. കർത്തൃദാസൻ ഇവിടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പം ഓർപ്പിക്കുകയുണ്ടായി, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ളവരോട് തീർക്കുന്നു. ദേഷ്യപ്പെട്ട് വീട്ടിൽ നിന്ന് പ്രശ്നമുണ്ടാക്കി ഇറങ്ങുന്ന ഭർത്താവാണെങ്കിൽ വാഹനം ഓടിക്കുമ്പോൾ വാഹനത്തിന്റെ സ്പീഡ് കൂടും, അല്ലെങ്കിൽ ഇല്ലാത്ത കട്ടറിലൊക്കെ ചാടിക്കും. അങ്ങനെയുള്ള ആ ദേഷ്യം, അവരിൽ ഉണ്ടായ ആ പ്രശ്നം ഭാര്യയോട് തീർക്കുവാനായിട്ട് ശ്രമിക്കും. ഭാര്യയാണെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? മിക്കവാറും കിച്ചണിലായിരിക്കും പ്രതിഷേധം കാണിക്കുന്നത്. പാത്രങ്ങളുടെ സൗണ്ടൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഒഴിവാക്കുക. നമ്മൾ ഭവനം പണിയുവാനാണ്, മേക്ക് ചെയ്യുക എന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതൊരിക്കലും ബ്രേക്ക് ചെയ്യല്ല, മേക്ക് ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവ വചനത്തില് കുടുംബം ഡിസൈൻ ചെയ്തിരിക്കുന്നത് കർത്താവാണ് അല്ലെ? ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്നതാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. തിയറിയൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. കഴിഞ്ഞിടയ്ക്ക് ഒരു കൗൺസിലിങ്ങിനിടയിൽ ഒരു യൗവനക്കാരൻ ആദ്യമായി ഫോണിലാണ് വിളിച്ച് എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം, വിശ്വാസിയാണ് കേട്ടോ, പറഞ്ഞത് ഇങ്ങനെയാണ്, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അതൊരിക്കലും വേർപിരിഞ്ഞ് താമസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും എൻ്റെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം വേണം. രണ്ടുപേരും കൗൺസിലിങ്ങിന് വന്നു. ഭാര്യ അവസാനം അതിൻ്റെ ഒരു കൺക്ലൂഷനിലായപ്പം ഭാര്യ പറഞ്ഞു, എൻ്റെ തെറ്റുകളൊക്കെ തിരുത്തി ഞാൻ പോകാനായിട്ട് തയ്യാറാണ് എന്നൊരു സ്റ്റേജിലോട്ട് വന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്ക് കുറച്ചുകൂടെ സമയം വേണം. അതിനുശേഷം ഫോണിൽ വിളിച്ച് എന്നോട് പറഞ്ഞു, ദൈവം എന്നോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചു, ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് താമസിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. അപ്പം അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അങ്ങനെ വചനങ്ങളൊക്കെ അറിയാം, പക്ഷേ ആ ഒരു യോജിച്ചു പോവുക എന്ന ഒരു സംഭവത്തോട് ബന്ധപ്പെട്ട് അദ്ദേഹം പറയുക, ദൈവം എന്നോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. നമ്മൾ എന്തിനാണ് ദൈവവചനം പഠിക്കുന്നത്? ഇങ്ങനെയുള്ള ആത്മീക മൂല്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മളത് സ്വീകരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. വിത്തിന്റെ ഉപമയിലേക്ക് തിരിച്ചു വരുമ്പോൾ, അത് നല്ല നിലത്ത് വീണ വിത്തുകൾ അത് ഏറെ ഫലം കായ്ച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. 30, 60, 100 മേനിയായി ഫലം കായ്ച്ചതായിട്ട് കാണുന്നു. അപ്പം എത്രമാത്രം നമ്മൾ കുടുംബത്തിന് പ്രാധാന്യം നൽകുന്നു, കുടുംബത്തിലുള്ള ഭാര്യയ്ക്ക്, ഭർത്താവിന്, മക്കൾക്ക് പ്രാധാന്യം നൽകുന്നു, അതിനനുസരിച്ചായിരിക്കും അതിന്റെ ഫലം എന്ന് പറയുന്നത്. ഫലം ലഭിക്കണമെങ്കിൽ നാം
അതിനു വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുവാൻ, അവരെ ഉൾക്കൊള്ളുവാൻ, സ്നേഹിക്കുവാൻ, കരുതുവാനുള്ളൊരു മനോഭാവം നമ്മളിൽ ഓരോരുത്തരും ഉണ്ടായിരിക്കണം. ക്യാരക്ടർ ഫോർമേഷൻ നടക്കുന്നത് ഒരു കുഞ്ഞിന്റെ സ്വഭാവ രൂപീകരണം നടക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്, അല്ലേ? എങ്ങനെയാണ് കുടുംബത്തിൽ ഡിസിപ്ലിൻ പഠിക്കുന്നത്? കുടുംബത്തിൽ നിന്നാണ്. വീട്ടിലെ അച്ചടക്കം, ഹോം കമ്മിങ് നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്? അമ്മയിൽ നിന്നാണ് പഠിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് അമ്മയിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്? റൂം വൃത്തിയായി സൂക്ഷിക്കുക, അടുക്കും ചിട്ടയോടും കൂടി സാധനങ്ങളൊക്കെ വെക്കുക, വസ്ത്രം എങ്ങനെ ധരിക്കണം, എങ്ങനെ സൂക്ഷിക്കണം, ഭക്ഷണം എങ്ങനെ കഴിക്കണം, ഇങ്ങനെയുള്ള വീട്ടിലെ ഡിസിപ്ലിൻ നാം പഠിക്കുന്നത് അമ്മയിൽ നിന്നാണ്. മാതൃകയുള്ള ഒരു അമ്മയുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ അതേപോലെ മാതൃകയുള്ളവരായിത്തീരും. അതുപോലെ തന്നെ നമ്മുടെ പിതാക്കന്മാരിൽ നിന്ന്, അച്ഛനിൽ നിന്നും കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് എന്താണ്? നാട്ടച്ചടക്കം എന്ന് പറയും. നാട്ടിൽ പൊതുവായ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, മറ്റുള്ളവരെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം, എങ്ങനെയുള്ള പൊതുവായ മൂല്യങ്ങൾ പഠിക്കുന്നത് പിതാവിൽ നിന്നാണ്. പിതാവ് എത്രമാത്രം സമൂഹത്തിൽ നന്നായിട്ട് പെരുമാറുന്നു, മുതിർന്നവരെ എങ്ങനെ ബഹുമാനിക്കുന്നു എന്നതൊക്കെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കും. അതനുസരിച്ചാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത്. അതുപോലെ തന്നെ മോറൽ ഡിസിപ്ലിൻ ആദ്യം തന്നെ പഠിക്കുന്നത് ഫാമിലിയിൽ നിന്നാണ്, പിന്നെ ചർച്ചിൽ നിന്ന്. അപ്പം ആത്മീയ അന്തരീക്ഷം, പ്രാർത്ഥനയുള്ള ഒരു അന്തരീക്ഷം, ദൈവഭയത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബം ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ആ ഒരു അച്ചടക്കത്തിലേക്ക്, ഒരു ഡിസിപ്ലിൻഡ് ലൈഫിലേക്ക് കുഞ്ഞുങ്ങൾ വരുവാനായിട്ട് ഇടയായിത്തീരും. ദൈവവചനത്തിലെ ഒരു വാക്യം ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്. തിമോഥെയോസ് എഴുതിയ ലേഖനത്തില് ഇങ്ങനെ ഒരു വാക്യമുണ്ട്: ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരാകാതെ. ഭക്തിയുടെ വേഷം ധരിച്ച്, ഭക്തിയുടെ വേഷം ധരിക്കുന്ന ഒരു സമൂഹത്തിന്റെ നടുവിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. പുറമെ പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട്. പക്ഷേ അകത്ത് യഥാർത്ഥമായ ദൈവഭക്തി ഉണ്ടോ? ആ വാക്യത്തിൽ വ്യക്തമായി പറയുന്നു, ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി നഷ്ടപ്പെടുത്തരുത്, ത്യജിക്കരുത്. അപ്പൊ ദൈവഭക്തിക്കകത്ത് ദൈവശക്തിയുണ്ട്. ദൈവഭക്തിക്കകത്ത് ദൈവശക്തി ഉള്ളത് കൊണ്ട് യഥാർത്ഥമായ ഭക്തി നമ്മുടെ ഭാഗത്തു നിന്നില്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തി നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് ഒരിക്കലും ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരാകാതെ യഥാർത്ഥ ഭക്തന്മാരായി, ക്രിസ്തുവിൽ ഏറ്റവും തികഞ്ഞവരായി വളരുവാൻ നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെല്ലാം ചെയ്യുവാൻ കഴിയുമോ അതെല്ലാം ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരിക്കലും നമുക്ക് തന്നെ ചെയ്യാൻ കഴിയില്ല. ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് ആ രീതിയിൽ നമ്മുടെ ആത്മീയ ജീവിതം കൊണ്ടുപോകാനായിട്ട് കഴിയത്തുള്ളൂ. ഒരു വ്യക്തി നന്നായാൽ കുടുംബം നന്നാവും, കുടുംബം നന്നായാൽ സമൂഹം നന്നാവും, സമൂഹം നന്നായാൽ ലോകം നന്നാവും. ഒരു കഥ ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്കൂളില് നടന്നൊരു സംഭവമാണ്. ക്ലാസ്സിലെ വളരെ വികൃതിയായ ഒരു കുട്ടി എപ്പോഴും സംസാരിക്കും, ടീച്ചർ ഇല്ലെങ്കിൽ അവിടെ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ എപ്പോഴും പണ്ടൊക്കെ നമുക്കറിയാം, സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ ഈ വർത്തമാനം പറയുന്നൊക്കെ പേരൊക്കെ എഴുതി കൊടുക്കുന്ന ഒരു സിസ്റ്റം. എപ്പോഴും ഇവന്റെ പേര് മുമ്പിലുണ്ടാവും. ഒരു ദിവസം ടീച്ചർ തീരുമാനിച്ചു, ഇവൻ എങ്ങനെയും ഒന്ന് അച്ചടക്കത്തിൽ ഇരുത്തണം. അതിനുവേണ്ടി എന്താ വഴി? എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. ടീച്ചറിന്റെ മനസ്സിൽ പെട്ടെന്നൊരു ഐഡിയ. ഈ നമ്മുടെയൊക്കെ പഴയ ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ പഠിച്ചവർക്കറിയാം, ഭിത്തിയിലൊക്കെ ഒത്തിരി പടങ്ങളൊക്കെ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്, മാപ്പുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ടാവും. ടീച്ചർ പെട്ടെന്ന് വന്നൊരു മാപ്പ്, ഒരു വേൾഡ് മാപ്പ് എടുത്ത് വലിച്ചു കീറി, കഷ്ണമായിട്ട് കീറിയിട്ട് അവന്റെ മുമ്പിലേക്ക് വെച്ചിട്ട് പറഞ്ഞു, ഇത് എങ്ങനെ പഴയ രൂപത്തിൽ ഇരുന്നോ അതുപോലെ ഇത് ആക്കിത്തരണം. അവൻ ആകെ പ്രശ്നത്തിലായി. കുറേ ശ്രമങ്ങൾ നടത്തിയിട്ടും കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല. കുറച്ച് കഴിഞ്ഞ് ടീച്ചർ വന്നപ്പോൾ അവൻ വീണ്ടും ബഹളം ഉണ്ടാക്കുന്നു. അപ്പൊ ടീച്ചർ ചോദിച്ചു, ഞാൻ നിന്നോട് പറഞ്ഞിട്ടല്ലേ പോയത് ഇതെല്ലാം
റെഡിയാക്കി വെക്കണമെന്ന്. എന്നിട്ട് എന്താ വീണ്ടും നീ ഇരുന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ടീച്ചറിനോട് പറഞ്ഞു, ഞാൻ എപ്പോഴേ അത് ശരിയാക്കി വെച്ചു. ടീച്ചറിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ ആ മാപ്പ് എങ്ങനെ പഴയ രൂപത്തിലായിരുന്നു അതുപോലെ തന്നെ ആക്കി വെച്ചിരിക്കുക. ടീച്ചറിന് അത്ഭുതം, ഇതെങ്ങനെ നീ ഇത് റെഡിയാക്കി വെച്ചു മോനെ, എനിക്ക് വളരെ അത്ഭുതമായിരിക്കുന്നു. അപ്പൊ അവൻ ടീച്ചറിനോട് പറഞ്ഞ മറുപടി, മോനെ ടീച്ചറെ, വേൾഡ് മാപ്പില് ഓരോ ലോകരാജ്യങ്ങൾ കിടക്കുന്ന ഒന്ന് എവിടെയാണെന്നും എനിക്കറിയത്തില്ല. ഇന്ത്യ എവിടെയാണോ, ഓസ്ട്രേലിയ എവിടെയാണോ, അമേരിക്ക എവിടെയാണോ, ആഫ്രിക്ക എവിടെയാണോ ഒന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ ഇതിന് കുറെ ശ്രമങ്ങൾ നടത്തി. പക്ഷെ അപ്പോഴാണ് മറിച്ചും തിരിച്ചും നോക്കിക്കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഒരു മനുഷ്യന്റെ ചിത്രമായിരുന്നു. വേൾഡ് മാപ്പില് കിടക്കുന്ന സ്ഥലങ്ങളെ കുറിച്ചൊന്നും ഐഡിയ ഇല്ലെങ്കിലും മനുഷ്യന്റെ കണ്ണെവിടെയാണ്, അവന്റെ മൂക്കെവിടെയാണ്, കണ്ണെവിടെയാണെന്നൊക്കെ വളരെ കൃത്യമായിട്ട് എനിക്കറിയാം. അത് ഞാൻ അങ്ങനെ ഒട്ടിച്ചു. കേവലം ഒരു കഥ പോലെ നമ്മൾ കേട്ടെങ്കിലും വളരെ നല്ല അർത്ഥങ്ങൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു മനുഷ്യൻ നന്നായി കഴിയുമ്പോൾ, ഒരു ഭാഗത്ത് മനുഷ്യൻ നന്നായി കഴിയുമ്പോൾ മറുഭാഗത്ത് ലോകം തന്നെ നന്നാവുകയാണ്. ഒരു വ്യക്തി നന്നാകുമ്പോൾ ഒരു കുടുംബം നന്നാകുന്നു. കുടുംബത്തില് സാധാരണ നമ്മുടെ സംസാരങ്ങളൊക്കെ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പം ഭാര്യ പലപ്പോഴും ഭർത്താവിനെ കുറ്റപ്പെടുത്തും, ഭർത്താവ് ഭാര്യയെ കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്തും. നമ്മുടെ പ്രശ്നമാണെന്ന് ആരും പറയത്തില്ല, അല്ലെ? എന്റെ പ്രശ്നമാണെന്ന് ആരെങ്കിലും പറയോ? ആരും പറയത്തില്ല. എല്ലാവരും പരസ്പരം കുറ്റപ്പെടുത്താനായിട്ടാണ് ശ്രമിക്കുന്നത്. എന്നാൽ എന്റെ പ്രശ്നമാണ്, ഞാനാണ് പ്രശ്നം, എന്നിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവിടെ പരിഹരിക്കപ്പെടുകയാണ്. കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതേ ഉള്ളൂ. എന്നാൽ എന്റെ പ്രശ്നം എവിടെയാണ് എനിക്ക് തിരുത്തൽ ഉള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കി കഴിയുമ്പോൾ ആ പ്രശ്നത്തിന് അവിടെ ഒരു പരിഹാരം ഉണ്ടാവുകയാണ്. അതുകൊണ്ട് പരസ്പരം നമ്മൾ കുറ്റപ്പെടുത്താതെ, മറ്റുള്ളവരെ പഴി പറയാതെ, അത് കുടുംബത്തിൽ മാത്രമല്ല സഭയിലും സമൂഹത്തിലും അത് നമുക്ക് ആപ്ലിക്കബിൾ ആണ്. എന്നാൽ പലപ്പോഴും മനുഷ്യർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്നതല്ലാതെ അതിനൊരു പരിഹാരത്തിലേക്ക് വരുവാൻ ആരും തുനിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇന്നത്തെ ഈ ഒരു സെമിനാറിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ ഭാഗത്ത് എന്താണോ, ഞാൻ മറ്റുള്ളവരെ നോക്കിയല്ല, ഞാൻ എന്നിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി. അതായത് ഈ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, എനിക്ക് മനുഷ്യൻ നന്നാകുമ്പോൾ ലോകം നന്നാകും, കുടുംബം നന്നാകും, സമൂഹം നന്നാകും. ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ എത്തുക എന്നതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവസഭയുടെ കുടുംബത്തിന്റെ അടിസ്ഥാനത്തെ കുറിച്ച് അടുത്ത ഒരു പോർഷനിലേക്ക് പോവുകയാണ്. ഫൗണ്ടേഷൻ ഓഫ് ഫാമിലി ലൈഫ്. എന്താണ് നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാനം? ദൈവവചനമാണ് കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാനം. നമ്മൾ വിളിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം, നമ്മൾ ഒരു കുടുംബത്തിന്റെ ഭാഗമാക്കി നിർത്തിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക. അതായത് മൂല്യങ്ങളുള്ള, ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം, ഒരു കുടുംബ ജീവിതം നയിക്കുക എന്നതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഫാമിലി എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ്, അല്ലെ? ഒരു യൂണിറ്റ്. പല അഭിപ്രായമുള്ളവർ, ഭാര്യയ്ക്കൊരു അഭിപ്രായം ഉണ്ടായിരിക്കും, ഭർത്താവിനൊരു അഭിപ്രായം ഉണ്ടായിരിക്കും, കുഞ്ഞുങ്ങൾക്ക് മറ്റഭിപ്രായങ്ങൾ. നമ്മുടെ കഴിവുകൾ വ്യത്യസ്തമാണ്, വ്യത്യസ്തമായ വിദ്യാഭ്യാസ മേഖല, ജോലി മേഖലയൊക്കെ ഉള്ളവരാണ്. എന്നാൽ നമ്മുടെയൊക്കെ ലക്ഷ്യം ഒന്നായിരിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? നിത്യതയാണ്. ആ നിത്യതയിൽ എത്തിച്ചേരുവാൻ തടസ്സമായി നിൽക്കുന്നത് എന്താണോ അതിനെ ക്രമീകരിക്കുക എന്നതാണ് കർത്താവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകയില്ല. അപ്പം മുപ്പിരിച്ചരട് ഭാര്യയും ഭർത്താവും ദൈവവുമായിട്ടുള്ള ആ ബന്ധം, അത് ഏറ്റവും ഏറ്റവും ക്രൈസ്റ്റ് സെന്റേർഡ് ആയിട്ടുള്ള, ദൈവം മധ്യത്തിലുള്ള ആ ഒരു ജീവിതമാണ് നമ്മുടെ കുടുംബത്തിലെങ്കിൽ ആ കുടുംബം ഏറ്റവും സ്ട്രോങ് ആയിരിക്കും. കർത്താവിന് പ്രയോജനമുള്ള, ഫലമുള്ള കുടുംബങ്ങളായി തീരുവാനായിട്ട്, മറ്റുള്ളവർക്ക് മാതൃകയുള്ള കുടുംബങ്ങളായിട്ട് തീരുവാനായിട്ട് കഴിയും. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം അതൊരിക്കലും ശാശ്വതമായിരിക്കുകയില്ല.
ക്വാളിഫിക്കേഷനേക്കാൾ ഉപരി ക്വാളിറ്റി ഉള്ളൊരു ജീവിതം നമ്മളിൽ ഉണ്ടായിരിക്കുക. എങ്ങനെ, എന്ത് ക്വാളിറ്റി? പരസ്പരം സ്നേഹിക്കുക, ക്ഷമിക്കുക, സഹിക്കുക, വിട്ടുവീഴ്ച ചെയ്യുക, ത്യാഗം, കരുണ എന്നീ ക്വാളിറ്റീസ് നമ്മുടെ കുടുംബത്തിൽ ഭർത്താവ് എന്ന നിലയിൽ, ഭാര്യ എന്ന നിലയിൽ നമ്മളിൽ ഉണ്ടായിരിക്കുക. മൂല്യങ്ങളുള്ള ഒരു ക്രിസ്തീയ ജീവിതം കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു. ദൈവവചനത്തില് സദൃശ്യ വാക്യങ്ങൾ അതിന്റെ അവസാന അധ്യായത്തിൽ 31-ാം അധ്യായത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ചില വചനഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അത് ഞാൻ വേഗത്തിലൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ലെമുവേൽ രാജാവിന്റെ വചനങ്ങൾ, അവന്റെ അമ്മ അവന് ഉപദേശിച്ചു കൊടുത്ത അരുളപ്പാട്. അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, സ്ത്രീകൾക്ക് നിന്റെ ബലത്തെയും രാജാക്കന്മാരെ നശിപ്പിക്കുന്നവർക്ക് നിന്റെ വഴികളെയും കൊടുക്കരുത്. വീഞ്ഞു കുടിക്കുന്നത് രാജാക്കന്മാർക്ക് കൊള്ളരുത്. ലെമുവേലെ, രാജാക്കന്മാർക്ക് അത് കൊള്ളരുത്. മദ്യാസക്തി പ്രഭുക്കന്മാർക്ക് കൊള്ളരുത്. ഈ വചനം ഒരു അമ്മ ഒരു മകന്, അത് ഒരു രാജാവായ മകന് ഉപദേശിച്ചു കൊടുക്കുന്ന വചനഭാഗങ്ങളാണ്. എത്ര നല്ല ഒരു ഉപദേശമാണ് ഒരു മാതാവ് ഇവിടെ കൊടുക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെന്ന് അത് ധ്യാനിക്കണം. അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ, ഊമന് വേണ്ടി നിന്റെ വായ് തുറക്കാം, ക്ഷയിച്ചു പോകുന്ന ഏവരുടെയും കാര്യത്തിൽ തന്നെ നിന്റെ വായ് തുറന്ന് നീതിയോടെ ന്യായം വിധിക്കാം, എളിയവനും ദരിദ്രനും ന്യായം പാലനം ചെയ്തു കൊടുക്കുക. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ മാതാപിതാക്കൾ ഒത്തിരി മൂല്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം, ചെയ്യരുത് എന്നൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അല്ലേ? അങ്ങനെ ചോദിക്കാനുള്ളൊരു സമയമില്ല. ചോദിച്ചാൽ നിങ്ങൾക്ക് ധാരാളം ഉത്തരം. നീതിയോടെ നിൽക്കണം, വിശ്വസ്തയോടെ നിൽക്കണം, സത്യം മാത്രം ചെയ്യണം, സത്യം സംസാരിക്കണം, മറ്റുള്ളവരെ സഹായിക്കണം, ദ്രവ്യാഗ്രഹം പാടില്ല. അങ്ങനെയൊക്കെ മൂല്യമുള്ള അനേക മൂല്യങ്ങൾ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ഓർമ്മ വരും, അല്ലെ? എൻ്റെ അമ്മ എന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ അപ്പൻ എന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു അമ്മ എത്ര നല്ല ഉപദേശങ്ങളാണ് രാജാവായ മകന് വേണ്ടി നൽകി കൊടുക്കുന്നത്. നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ മൂല്യബോധമുള്ള, അത് പറയുന്നതിനേക്കാൾ കൂടുതൽ പ്രവർത്തിച്ച് കാണിക്കുക എന്നുള്ളതാണ്. പറഞ്ഞു പോകുവാനായിട്ട് നമുക്ക് എളുപ്പം, എന്നാൽ നമ്മൾ ചെയ്യുന്നത് കണ്ട് ആ മക്കൾ വളരണം എന്ന് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്താണ് മൂല്യങ്ങൾ നഷ്ടപ്പെടുവാൻ കാരണം? ഇന്നത്തെ സമൂഹത്തിൽ മൂല്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്യബോധമില്ല, യഥാർത്ഥമായ ഒരു ദർശനമില്ല, പ്രോപ്പർ വിഷൻ ഇല്ലാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ. യോശുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 24-ാം അധ്യായം 15-ാം വാക്യം നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു വചനഭാഗമാണ്. ഞാൻ വേഗത്തിൽ പോകട്ടെ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അപ്പം അന്യ ദൈവങ്ങളെ സേവിക്കുന്ന ഒരു തലമുറയുടെ മധ്യത്തിൽ യോശുവ എടുക്കുന്ന ഒരു തീരുമാനമുണ്ട്. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഒരു സ്ട്രോങ് ഡിസിഷൻ. നിങ്ങൾ എന്ത് ചെയ്താലും പ്രശ്നമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ സഞ്ചരിക്കാം, എന്നാൽ ഞാനൊരു തീരുമാനം എടുക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഒരു സ്ട്രോങ് ഡിസിഷൻ, സമർപ്പണമുള്ള ഒരു തലമുറയെ അവിടെ കാണുവാനായിട്ട് കഴിയും. പിന്നീട് ആ അധ്യായത്തിൽ വായിച്ചു വരുമ്പോൾ അതിന്റെ 31-ാം വാക്യത്തിലൊക്കെ വരുമ്പോൾ 2-ാമത്തെ തലമുറ, കേട്ടറിഞ്ഞ ഒരു തലമുറ. വാചനങ്ങൾ വായിക്കുവാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വേഗത്തിൽ പോകട്ടെ. കേട്ടറിഞ്ഞ തലമുറ. ആദ്യത്തെ തലമുറ അവര് രുചിച്ചറിഞ്ഞ തലമുറയായിരുന്നു. 2-ാമത്തെ തലമുറയിലേക്ക് വരുമ്പോൾ അവർ കേട്ടറിഞ്ഞ തലമുറ, ഒരു കോംപ്രമൈസിങ്ങിന്റെ ഒരു തലമുറയായിട്ട്, ഒരു വിട്ടുവീഴ്ച ചെയ്യുന്ന തലമുറയായിട്ട് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു അടുത്ത ജനറേഷൻ, വ്യക്തിപരമായി ദൈവത്തെ അറിയാത്ത ഒരു തലമുറ, അതായത് വാല്യൂസ് ഇല്ലാത്ത, മൂല്യങ്ങളില്ലാത്ത ഒരു തലമുറ. എന്നാൽ അതിലുപരിയായി ഒരു ഇന്റർ ജനറേഷണൽ വിഷനിലേക്ക്, ഒരു മിഷനിലേക്ക് ദൈവം നമ്മെ വിളിക്കുകയാണ്. ഓരോ തലമുറയ്ക്കും അടുത്ത തലമുറയ്ക്ക് കൈമാറുവാൻ ചിലതുണ്ടായിരിക്കണം. നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്ക് നല്ല അനുഗ്രഹിക്കപ്പെട്ട മൂല്യങ്ങൾ പകരുവാൻ ഉണ്ടായിരിക്കണം. നാം ചെയ്യുന്നത് കണ്ട് അവർ വളരണം. പഴയ നിയമത്തിൽ നമ്മളൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്. നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ അത് കണ്ടല്ലോ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എൻ്റെ ദൈവം എന്ന് പറയത്തക്ക വിധത്തിലേക്ക് അഭിമാനത്തോടെ പറയുവാനുള്ള ആ ഒരു മൂല്യങ്ങൾ ആ തലമുറയിലൂടെ ലഭിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിലേക്ക് വന്നാൽ ഒരു വാക്യം പെട്ടെന്ന് വായിക്കാം, ഞാൻ തന്നെ വായിക്കാം. അപ്പോസ്തലനായ പൗലോസ്
തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനഭാഗങ്ങൾ മുഴുവൻ വായിക്കുവാനായിട്ട് സമയമില്ല. നീയും പഥ്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധവുമുള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരുമായിരിക്കണമെന്നും വൃദ്ധന്മാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്രയോഗ്യന്മാരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരുമായിരിക്കണമെന്നും ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാരും നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരുമായിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണമെന്ന് പ്രബോധിപ്പിക്കാം. അതായത് മുതിർന്ന സ്ത്രീകൾ എങ്ങനെയായിരിക്കണം, പ്രായമുള്ള വൃദ്ധന്മാർ എങ്ങനെയായിരിക്കണം, അവര് യൗവനക്കാർ എങ്ങനെയായിരിക്കണം, അവരോട് ഉപദേശിക്കുവാൻ അല്ലെങ്കിൽ അവർക്കൊരു മാതൃകയായിരിക്കുവാൻ നാം ശ്രമിക്കണമെന്നാണ് അവിടെ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. അങ്ങനെയൊരു മൂല്യമുള്ള മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ കൊള്ളാകുന്ന ഒരു സ്വഭാവത്തിനുടമകളായി ആത്മീയ പക്വതയിലേക്ക് നാം എത്തിച്ചേരണമെന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ക്രൈസ്റ്റ് സെന്റേർഡ് ഫാമിലി, ക്രിസ്തു കേന്ദ്രീകൃത കുടുംബം. പഴയ കാലത്ത് നമുക്കറിയാം, ഒരു കാലത്ത് പുരുഷ കേന്ദ്രീകൃത ഒരു ജീവിത രീതി പുലർത്തിയിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ആരാണ്, ഭാര്യയാണോ അല്ലെങ്കിൽ ഭർത്താവാണോ ഒരു കുടുംബത്തിന്റെ കേന്ദ്രമായിരിക്കേണ്ടത്? യഥാർത്ഥത്തിൽ കർത്താവായിരിക്കണം നമ്മുടെ കേന്ദ്രം എന്ന് പറയുന്നത്. ദൈവവചനമായിരിക്കണം അതിന് നമ്മുടെ ഭവനത്തിന്റെ ഒരു സെന്റർ എന്ന് പറയുന്നത്. പഴയ വീടുകളുടെയൊക്കെ മുൻപിൽ ഒരു വാചകം ഇങ്ങനെ എഴുതി വെച്ചിട്ട്, ക്രിസ്തു ഈ വീടിന്റെ നായകൻ. അങ്ങനെ തമാശക്കെങ്കിലും ചില കർത്തദാസന്മാരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ക്രിസ്തു വീടിന്റെ പുറത്തും നമ്മൾ അകത്തും. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ക്രിസ്തു നമ്മുടെ ഭവനത്തിന്റെ അകത്ത് ക്രൈസ്റ്റ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫാണ് നാം നയിക്കുന്നതെങ്കിൽ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും, ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും ക്രിസ്തു നമ്മുടെ കേന്ദ്രമായിരിക്കണമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ ക്രിസ്തു കേന്ദ്രമായ എന്താണ് പ്രയോജനം? ബലഹീനതകളെ അത് മാറ്റും. പ്രതികൂലങ്ങൾ, നമ്മുടെ അനുദിന ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ നാം അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരുമില്ല. പലവിധമായ പ്രശ്നങ്ങളിലൂടെയാണ് നാം ഒക്കെയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള ഒരു ദൈവശക്തി നമുക്ക് ലഭിക്കണമെങ്കിൽ ക്രിസ്തു നമ്മുടെ കുടുംബത്തിന്റെ കേന്ദ്രമായിരിക്കണം. ദൈവവചനം നമ്മുടെ കുടുംബത്തിൽ ദൈവവചനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുവാനായിട്ട് കഴിയണം. സങ്കീർത്തനം 127, 128 പറഞ്ഞ് ഞാനിവിടെ ഈ സബ്ജക്ട് കൺക്ലൂഡ് ചെയ്യുകയാണ്. 127-ാം സങ്കീർത്തനം നമുക്ക് കാണാതെ അറിയാം. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. ഒരു വീട് പണിയുമ്പം നമ്മൾ സിമെന്റും ബ്രിക്സും അതൊക്കെ ഉപയോഗിച്ച് യഥാർത്ഥം അതിന്റെ കൃത്യമായ അളവില് എഞ്ചിനീയർ അതിനെ ഡിസൈൻ ചെയ്യുന്നില്ലേ? ആ ഘടകങ്ങൾ അത് കൃത്യമായ മിക്സിംഗ് അല്ല എങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ബേസ്, അടിസ്ഥാന ഫൗണ്ടേഷൻ അത് സ്ട്രോങ് അല്ല എങ്കിൽ ആ വീട് പെട്ടെന്ന് അത് നശിച്ചു പോകാനായിട്ട് ഇടയായിത്തീരും. പാറമേൽ പണിത വീടും മണലിന്മേൽ പണിത വീടിനെ കുറിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പാറമേൽ പണിത വീട് അത് സ്ട്രോങ് ആയിട്ടിരിക്കും. ഒരിക്കലും അത് കാറ്റടിച്ചാലും കോളടിച്ചാലും എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും അത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുകയില്ല, തകർന്നു പോകുകയില്ല. എന്നാൽ അടിസ്ഥാനം അത് കൃത്യമായിട്ടല്ല എങ്കിൽ മണലിന്മേൽ പണിത വീട് പോലെ അത് തകർന്നു പോകും. അവിടെ യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. അപ്പം യഹോവ വീട് പണിയുമ്പോൾ ഒരു വീട് പണിയുമ്പോൾ ഉണ്ടായിരിക്കേണ്ട എല്ലാ ഘടകങ്ങളും ഉണ്ടായിരിക്കുന്നത് പോലെ ഇവിടെ ആർക്കിടെക്ട് ആരാണ്? ഇവിടുത്തെ ശില്പി എന്ന് പറയുന്നത് ദൈവമാണ്. ഫൗണ്ടേഷൻ എന്തായിരിക്കണം? ദൈവവചനമായിരിക്കണം. അതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ക്രിസ്തുവായിരിക്കണം. അതിന്റെ സെന്റർ എന്ന് പറയുന്നത്. 128-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ആരാണ് ഭാഗ്യവാൻ? ഈ ലോകത്തിൽ സമ്പത്തുള്ളവരാണോ? ഭൗതികമായ നന്മകളുള്ളവരാണോ? ഏറ്റവും ശ്രേഷ്ഠകരമായ ജോലി, ഉന്നതമായ പദവികൾ വഹിക്കുന്നവരാണോ? അല്ല. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന
ഏവനും ഭാഗ്യവാൻ. അപ്പം ഭാഗ്യവാനായ വ്യക്തിയെ കുറിച്ച് ഇവിടെ പറയുകയാണ്. യഹോവയെ ഭയപ്പെടുന്നവരാണ് ഭാഗ്യവാൻ. അങ്ങനെയുള്ള ദൈവത്തെ ഭയപ്പെടുന്നവരുടെ വീട്ടിൽ അവന്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളിയായിരിക്കും. മുന്തിരിവള്ളിയുടെ പ്രത്യേകത നമുക്കറിയാം. ഇവിടെ ഭാര്യയെ മുന്തിരിവള്ളിയുമായിട്ടാണ് ഈ സങ്കീർത്തന ഭാഗത്തിൽ ഉപമിച്ചിരിക്കുന്നത്. അപ്പൊ തോട്ടക്കാരൻ കൃത്യമായി അതിനെ പരിപാലിച്ചില്ല എങ്കിൽ അതിൽ നിന്ന് ഫലം കായ്ക്കുകയില്ല. മുന്തിരിവള്ളിക്ക് എപ്പോഴും സപ്പോർട്ട് ആവശ്യമാണ്, അല്ലെ? ഭർത്താവ് അവൾക്ക് ഒരു സപ്പോർട്ടായിരിക്കണം. അപ്പം കൂടുതൽ ശ്രദ്ധ, കൂടുതൽ പരിചരണം അതിന് കൊടുക്കുന്നെങ്കിൽ മാത്രമേ ഫലം കായ്ക്കുകയുള്ളൂ, മുന്തിരി ഫലം കായ്ക്കുകയുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകമായ കെയർ, ഒരു സംരക്ഷണം ഭർത്താവ് അവൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതിന്റെ ഫലം ഏറ്റവും വളരെ ശ്രേഷ്ഠകരമാണ്, അല്ലെ? അത് വ്യത്യസ്തമായ രൂപത്തിൽ അതിന്റെ ഫലം നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് കഴിയും. മുന്തിരിങ്ങ നമ്മൾ കഴിക്കും, അതിന്റെ ജ്യൂസ് ആക്കാനായിട്ട് കഴിയും, വീഞ്ഞുണ്ടാക്കും, അതുപോലെ തന്നെ മുന്തിരി ഉണക്കി സൂക്ഷിക്കും. വ്യത്യസ്തമായ രീതിയിലാണ് ഫലങ്ങൾ പുറപ്പെടുന്നത് എന്ന് പറഞ്ഞതുപോലെ കൃത്യമായ ദൈവത്തെ ഭയപ്പെടുന്നവരുടെ വീട്ടിലുള്ള അവന്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളിയാണ്. ഇവിടെ ഭർത്താവ് തോട്ടക്കാരനായിട്ടാണ് ഈ ഒരു ഭാഗത്ത് ചിത്രീകരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മക്കൾ ഒലിവ് തൈകൾ പോലെ ഇരിക്കും. അപ്പൊ പരസ്പരം അംഗീകരിക്കുക, സ്നേഹിക്കുക, മനസ്സിലാക്കുക എന്നതാണ് കുടുംബജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ട്. അംഗീകരിക്കുക. എന്താണ് അംഗീകരിക്കേണ്ടത്? കഴിവുകളെയും കഴിവുകേടുകളെയും നമ്മൾ അംഗീകരിക്കണം. പലപ്പോഴും നമ്മൾക്ക് അങ്ങനെയൊരു കഴിവുകളെ നമ്മൾ ഒരു പക്ഷെ അംഗീകരിക്കാം, എന്നാൽ കഴിവുകേടുകളെ അംഗീകരിക്കാൻ പറ്റാത്ത ആളുകൾ, ഭർത്താക്കന്മാരുണ്ട്, എന്നാൽ ഭാര്യമാരുണ്ട്. എന്നാൽ കഴിവുകളെയും കഴിവുകേടുകളെയും മനസ്സിലാക്കുവാൻ, അംഗീകരിക്കുവാൻ, അവരെ മനസ്സിലാക്കുവാൻ, അവർക്ക് എന്താണ് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ എന്താണ് ഇഷ്ടമില്ലാത്തത് അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഉള്ള ഒരു മനോഭാവം ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടായിരിക്കുക. അഡ്ജസ്റ്റ്മെന്റുകളുടെ ഒരു ജീവിതമല്ല, യഥാർത്ഥമായ അണ്ടർസ്റ്റാൻഡിങ്, ഒരു മനസ്സിൽ. പലപ്പോഴും പലരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് പോവുകയാണ്. ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളതല്ല കർത്താവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നു. മനസ്സിലാക്കി, പരസ്പരം മനസ്സിലാക്കി, അവരെ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടത്ര പ്രാധാന്യം, അവർക്ക് കൊടുക്കേണ്ടതായ മേഖലകളിൽ അവരെ മുൻപോട്ട് കൊണ്ടുവരേണ്ടതായ, പ്രോത്സാഹിപ്പിക്കേണ്ടതായ കാര്യങ്ങൾ, പ്രോത്സാഹനം കൊടുക്കേണ്ട സാഹചര്യങ്ങൾ പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് അവരെ മുൻപോട്ട് കൊണ്ടുവരിക, പരസ്പരം ഉത്സാഹിപ്പിക്കുക. ഇതൊക്കെയാണ് ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിൽ നാം ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ക്രിസ്തു കേന്ദ്രീകൃതമായ, ക്രിസ്തുവിനെ മുൻനിർത്തിയുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിച്ചാൽ നമ്മുടെ തലമുറകൾ, അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കുവാൻ കഴിയും. ഇല്ലെങ്കിൽ ഒരു മൂല്യങ്ങളും നമുക്ക് അവർക്ക് കൈമാറുവാനില്ലാതെ പോകും. പലപ്പോഴും വിവാഹം വേണ്ട എന്ന് തീരുമാനിക്കുന്ന സമൂഹം ഇവിടെ വർദ്ധിക്കുന്നതിന് ഒരു കാരണം വീട്ടിൽ മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. അവർ തമ്മിൽ പ്രശ്നങ്ങൾ കണ്ടു വളരുന്ന കുഞ്ഞുങ്ങൾ അവരൊരിക്കലും വിവാഹത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പല യൗവനക്കാരായ കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ അവര് വളരെ തുറന്ന് സംസാരിക്കുന്നതാണ്, വീട്ടിൽ ഇങ്ങനെയല്ലേ, അപ്പം എന്റെ ജീവിതത്തിലും ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ചിന്തയാണ് കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്നത്. എന്നാൽ അങ്ങനെയല്ല. കുഞ്ഞുങ്ങൾക്ക് മാതൃകയുള്ള, ദൈവസഭയ്ക്ക്, സമൂഹത്തിന് മാതൃകയുള്ള, മൂല്യമുള്ള, ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. അവസരം തന്ന ദൈവസഭയ്ക്ക്, സഹോദരി സമാജത്തോട് പ്രത്യേകമായ നന്ദി പറയുന്നു.